നമ്മുടെ വീട്ടിൽ ഒരാൾ മരണപ്പെട്ടാൽ അയാളെ എന്തൊക്കെ ചെയ്യണം? മയ്യത്ത് കുളിപ്പിക്കുക അല്ലെങ്കിൽ കഫൻ ചെയ്യുക എന്നത് മാത്രമല്ല ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഒരാൾ രോഗിയാണ്, അയാളുടെ മരണത്തിലേക്ക് അടുക്കുന്ന മരണലക്ഷണത്തിലാണോ എന്ന് എങ്ങനെ തിരിച്ചറിയും? അങ്ങനെ അയാൾ ലോകത്തിനോട് അവസാനമായി വിട പറയുന്നൊരു സന്ദർഭമാണെങ്കിൽ ഒരു വ്യക്തി, കുടുംബബന്ധം, അയാളോട് സ്നേഹമുള്ളൊരു വ്യക്തി എന്നുള്ള നിലക്ക് ഞാൻ അയാളോട് ചെയ്യേണ്ടുന്ന ബാധ്യത എന്താണ്? പലപ്പോഴും അവിടെ കരയാനും നിലവിളിക്കാനും അട്ടഹസിക്കാനും ഫോൺ ചെയ്ത് മറ്റാൾക്കാരനെയൊക്കെ വിളിക്കാൻ ആളുണ്ടാവും. പക്ഷേ അയാൾക്ക് കൊടുക്കേണ്ടുന്ന അവസാനത്തെ യാത്രയപ്പിൽ എന്ത് ശ്രദ്ധിക്കണം? അത് അറിയാത്തത് കൊണ്ട് തന്നെ പലപ്പോഴും ആളുകളും ബന്ധുക്കളും എല്ലാവരുടെയും നടുവിൽ ആ മനുഷ്യൻ, നമ്മുടെ ഒരു ബന്ധു മരിക്കുമ്പോൾ ഒരു കലിമത്ത് ചൊല്ലിക്കൊടുക്കാൻ, അവരെക്കൊന്ന് പറഞ്ഞു കൊടുക്കാനോ അവരെ ഇസ്ലാമികപരമായ മര്യാദയിൽ പരിചരിക്കാനോ കഴിയുന്നില്ല. ഇത് നമ്മുടെ സമൂഹത്തിൽ മൊത്തത്തിൽ നോക്കിയാൽ മഹല്ലുകളിലൊക്കെ ഉള്ള ഒരു പ്രശ്നമാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ നാടുകളിൽ ഈ അറിവുള്ള സ്ത്രീകളും പുരുഷന്മാരും യുവാക്കളും യുവതികളും ഉണ്ടാകേണ്ടതുണ്ട്. അതിൻ്റെ അറിവുകൾ നമ്മുടെ സമൂഹത്തിൽ കുറഞ്ഞു വരുന്നു എന്നതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു കാര്യം അനിവാര്യമാണ് എന്ന് ഇത് നടത്തിക്കൊണ്ടുപോകുന്ന നമ്മളൊരു ഖുർആൻ പഠന ക്ലാസ്സായിരുന്നു. അത് തൽക്കാലത്തിന് കുറച്ച് സമയം നിർത്തിവെച്ച് ഈ ഒരു കാര്യം വളരെ പ്രാധാന്യത്തോടു കൂടി 2-3 മാസത്തെ ഗ്യാപ്പിൽ, കാരണം ഒരു ദിവസത്തിൽ കുറേ ഒന്നായി കേൾത്താൽ നമുക്കത് ഉൾക്കൊള്ളാൻ കഴിയില്ല. അതുകൊണ്ട് അല്പാൽപമായി ചില കാര്യങ്ങൾ നാം അതിലേക്ക് മനസ്സിലാക്കി പോവുക എന്നതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇൻഷാ അല്ലാഹ് അള്ളാഹു അനുഗ്രഹിക്കുകയാണെങ്കിൽ ഇതിനവസാനത്തിൽ കാണിക്കുന്ന വിശാലമായ കർമ്മശാസ്ത്രപരമായ പല മദ്ഹബുകളുടെ ഗ്രന്ഥങ്ങളും പ്രാമാണികരായ പണ്ഡിതരുടെ ഗ്രന്ഥങ്ങളും അവലംബിച്ചുകൊണ്ടാണ് ഇൻഷാ അല്ലാഹ് ഈ ക്ലാസ്സിനെ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അത് ഗൾഫിൽ അബുദാബിയിലൊക്കെ നമ്മൾ നേരത്തെ നടത്തിയിരുന്നൊരു ക്ലാസ്സിനെ കുറച്ചുകൂടി വിശാലമായി അതിനെ ഒന്നുകൂടി ക്രമീകരിച്ചു കൊണ്ടാണ് ഈ ക്ലാസ് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമ്മൾ ഈ വചനം നമ്മൾ കേൾക്കാത്തവരുണ്ടാവില്ല. ഖുൽ ഇന്നൽ മൗതല്ലദീ തഫിറൂന മിൻഹു ഫഇന്നഹു മുലാഖീകും. പ്രവാചകരെ പറയൂ, ഇന്നൽ മൗത്ത്, തീർച്ചയായും മരണമുണ്ടല്ലോ, അത് ആ മരണം എന്നതിൽ നിന്ന് തഫിറൂന മിൻഹു, നിങ്ങൾ അതിൽ നിന്ന് ഓടി അകലാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നു. സുബി നിസ്കരിക്കാത്ത മനുഷ്യന് ഡോക്ടർ പറഞ്ഞു കൊളസ്ട്രോൾ കൂടിയിട്ടുണ്ട്, ഷുഗർ മേലോട്ടാണ്, ജീവിതം പ്രശ്നമാണ് എന്ന് പറഞ്ഞാൽ സുബി ജമാഅത്ത് നിസ്കരിച്ചില്ലെങ്കിലും ഓൻ ഓടാനും ചാടാനും എന്തെല്ലാം സർക്കസ് കാണിക്കാൻ ഡോക്ടർ പറഞ്ഞു അതൊക്കെ അവൻ ചെയ്യും. പിന്നെ അവൻ അലാറം അടിച്ചില്ലെങ്കിലും എഴുന്നേൽക്കും. പക്ഷേ എന്തെല്ലാം സർക്കസ് ചെയ്താലും, എന്തെല്ലാം വ്യായാമം ചെയ്താലും, എന്തെല്ലാം ഭക്ഷണം നിയന്ത്രിച്ചാലും, എന്തെല്ലാം ജീവിതത്തിലെ പ്രതിരോധ പ്രവർത്തനങ്ങൾ ചെയ്താലും ആ ഓടി അകലാൻ രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന മരണമെന്നത് ഫഇന്നഹു മുലാഖീകും, മരണമെന്നത് നിങ്ങൾ അങ്ങോട്ട് പോയി കണ്ടുമുട്ടാൻ പോകേണ്ട, മുലാഖീക്കും, അത് നിങ്ങളെ വന്ന് കണ്ടുമുട്ടും. അറിയാവും, ലോകത്ത് കോടാനക്കോടി രൂപ ഓരോ അവയവത്തിനെയും നോക്കാൻ സ്പെഷ്യലൈസ്ഡ് ഡോക്ടർമാരെ വെച്ച ഒരാളുണ്ടായി, മൈക്കൽ ജാക്സൺ. അയാൾക്ക് ലോകത്ത് നിലനിൽക്കാൻ കഴിഞ്ഞു. ഹാർട്ട് നോക്കാൻ, അയാളുടെ അവയവങ്ങൾ നോക്കാൻ, അയാളുടെ ഭക്ഷണങ്ങളെ ക്രമീകരിക്കാൻ, ഷുഗർ നോക്കാൻ, എല്ലാത്തിനും വേറെ വേറെ ഡോക്ടർ ഉണ്ടായിരുന്നു. പക്ഷെ അയാളെ ഇവിടെ നിലനിർത്തിയില്ല. അതുപോലെ തന്നെ അള്ളാഹു പറഞ്ഞു, ഐനമാ തകൂനു യുദ്രികുമുൽ മൗത്ത് വലൗ കുൻതും ഫീ ബുറൂജിൻ മുശയ്യദാ. നിങ്ങളെ എവിടെ ആയിക്കോട്ടെ മരിക്കുന്ന വിചാരിച്ചിട്ട് നിങ്ങൾ വാഹനത്തിൽ കയറിയില്ല, ബസ്സിൽ കയറിയില്ല, ട്രെയിനിൽ കയറിയില്ല, ഫ്ലൈറ്റിൽ കയറിയില്ല, കപ്പലിൽ കയറിയില്ല, ഒന്നും കൊണ്ട് രക്ഷപ്പെടും. നിങ്ങൾ ഭദ്രമായി കെട്ടിയുണ്ടാക്കിയിരിക്കുന്ന ബുറൂജ്,
ഉന്നതമായിട്ടുള്ള കോട്ടകളിലോ അല്ലെങ്കിൽ ഉയർന്ന സ്ഥലത്തോ നിങ്ങൾ താമസിക്കുകയാണെങ്കിലും അത് നിങ്ങളുടെ മരണത്തെ നിങ്ങൾ തടുക്കൂല. അവിടത്തേക്ക് എന്ത് ചെയ്യും? നിങ്ങൾ മരണത്തെ കണ്ടുമുട്ടും. അവിടെയുള്ള ഒരു പ്രധാന പ്രശ്നം എന്താ അറിയോ? വമാ തദ്രി നഫ്സുൻ ബിഅയ്യി അർളിൻ തമൂത്. ജനിച്ച ഒരു മനുഷ്യനും എവിടെ വെച്ചിട്ടാ മരിക്കുക എന്ന് അറിയില്ല. അതൊരു വലിയ പ്രശ്നമാണ്. അതാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഏത് ഉത്ബോധനം നടത്തുകയാണെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സൂറത്ത് ആലി ഇംറാനിലെ ആയത്ത് ഓതുമായിരുന്നു. യാ അയ്യുഹല്ലദീന ആമനു ഇത്തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി. അല്ലയോ സത്യവിശ്വാസികളെ, നിങ്ങൾ അള്ളാഹുവിനെ മുറപ്രകാരം എങ്ങനെ കാത്തു സൂക്ഷിക്കണോ ആ വിധിവിലക്കുകളെ കാത്തു സൂക്ഷിച്ചുകൊണ്ട് നിങ്ങൾ ജീവിക്കണേ. വലാ തമൂതുന്ന ഇല്ലാ വഅൻതും. നിങ്ങൾ എവിടെ വെച്ച് എങ്ങനെ മരിച്ചാലും എന്തായിരിക്കണം? മുസ്ലിമായിട്ടേ മരിക്കാൻ പാടുള്ളൂ. അതിന്റെ അർത്ഥം എന്താ? മുസ്ലിമായിട്ടേ നിങ്ങൾ എങ്ങനെ മരിക്കുകയാണെങ്കിലും മുസ്ലിമായിട്ട് മരിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? മരണം എപ്പോഴാ വരിക അറിയില്ല. അതുകൊണ്ട് പള്ളിക്ക് പോകുമ്പോ ഇസ്ലാം, പള്ളിന്റെ പുറത്ത് കുഫർ, കല്യാണ വീട്ടില് കുഫർ, പള്ളിയിൽ ഇസ്ലാം. അങ്ങനെ ജീവിക്കുന്ന ആൾക്ക് മുസ്ലിമായി മരിക്കാൻ കഴിയില്ല. ആ പറഞ്ഞതിന്റെ അർത്ഥം മാദാമു അലൽ ഇസ്ലാം എന്നാണ്. നിങ്ങൾ ഏത് സമയത്തും ഇസ്ലാമിന്റെ വിധിവിലക്കുകൾ പാലിക്കുന്നിടത്തായിരിക്കണം. ഇസ്ലാമിന് വിരുദ്ധമാകുന്ന സദസ്സിലും ഇടപാടുകളിലും പ്രവർത്തനങ്ങളിലും കർമ്മങ്ങളിലും നിങ്ങൾ നിരതമാകാൻ പാടില്ല. അതിൽ നിരതമായ എന്ത് ചെയ്യും? മരണം എപ്പോഴാണ് സംഭവിക്കുക എന്ന് നമുക്കറിയില്ല. അതുകൊണ്ട് നമുക്ക് മരണം കൂടുതലും എന്താണ്? അപ്രതീക്ഷിതമാണ്. സംസാരിച്ചു കൊണ്ടിരിക്കുന്നതിനിടയിലും ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിലും യാത്രയിൽ വെച്ചും പലരും മരണപ്പെടും. നമുക്കൊക്കെ അനുഭവം ഉണ്ടായിരിക്കും. രോഗം മരണകാരണമായി ഗണിക്കാറുണ്ടെങ്കിലും രോഗമില്ലാത്ത പലരും പെട്ടെന്ന് മരിക്കുക. നാം സാധാരണയിൽ കണ്ടുവരുന്നത് ഒരാൾക്ക് അള്ളാഹു നിശ്ചയിച്ച ജീവിത സമയം അവസാനിച്ചു കഴിഞ്ഞാൽ ഉടൻ അയാൾ മരണപ്പെടുകയായി. മരണങ്ങൾക്ക് നാം പല കാരണങ്ങളും പറഞ്ഞു വരുന്നെങ്കിലും യഥാർത്ഥ കാരണം അയാളുടെ അജൽ എത്തിക്കഴിഞ്ഞു എന്നുള്ളതാണ്. അപകട മരണങ്ങൾ ഇന്ന് മുൻകാലങ്ങളെ അപേക്ഷിച്ച് വളരെ കൂടുതലാണ്. ഇക്കാരണത്താൽ തന്നെ സദാസമയവും മരണത്തെ ഓർത്തുകൊണ്ടിരിക്കുവാനും മരണത്തിന് വേണ്ടി തയ്യാറെടുത്ത് നിൽക്കാനും ഇസ്ലാം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു എന്നാണ്. അപ്പോ നമ്മൾ പലപ്പോഴും വിചാരിക്കൽ എന്താ? നമ്മളിപ്പോ ബ്ലഡ് ചെക്ക് ചെയ്തിട്ട് ഷുഗറൊക്കെ നോർമലാണ്, അതുപോലെ തന്നെ BP റെഡിയാണ്, നമ്മളെ കൊളസ്ട്രോളിന്റെ അളവ് ഇതാണ്, രോഗങ്ങളായി അപകടം ഉണ്ടാക്കുന്ന രോഗങ്ങളൊന്നും എന്റെ ശരീരത്തിലില്ല, അപ്പൊ ഞാൻ മരിക്കൂല എന്നാണ് നമ്മൾ പലരും വിചാരിക്കുന്നത്. ചില പണ്ഡിതന്മാര് പറഞ്ഞു, തസബ്ബത് മിന തഖ്വാ ഫഇന്നക ലാ തദ്രി ഇദാ ജന്ന ലൈലുൻ ഖൽ തഈഷു ഇലൽ ഫജ്രി കം മിൻ സഹീഹിൻ മാത മിൻ ഗൈരി ഇല്ലത്തിൻ കം മിൻ സഖീമിൻ നാശ ഹീനം മിനദ് ദഹരി തസബ്ബത് മിന തഖ്വാ. നീ തഖ്വയിൽ നിന്ന് പരലോകത്തേക്ക് വേണ്ടുന്ന വിഭവം നീ ശേഖരിച്ചു വെച്ചു. കാരണം ഫഇന്നക ലാ തദ്രി ഇദാ ജന്ന ലൈലുൻ ഹൽ തഈഷു ഇലൽ ഫജ്ർ. രാത്രി ഇരുട്ടായി കഴിഞ്ഞാൽ പ്രഭാതം വരെ ജീവിക്കുമോ എന്ന് നിനക്കൊരു ഗ്യാരണ്ടിയുമില്ല. കം മിൻ സഹീഹിൻ മാത മിൻ ഗൈരി ഇല്ലത്തിൻ. എത്ര എത്ര ആരോഗ്യവാന്മാരാണ് യാതൊരു രോഗവുമില്ലാതെ മരിച്ചത്. എന്നാൽ കം മിൻ സഖീമിൻ, എത്ര എത്ര രോഗികളായ ആളുകളാണ് അശഹീനം മിനദ് ദഹർ, കാലത്തിലെ ദീർഘകാലം ആ രോഗവും പ്രയാസം സഹിച്ച് ജീവിച്ചിരിക്കുന്നത്. നമ്മളുടെ ചുറ്റുഭാഗത്തുള്ള യാഥാർത്ഥ്യം സത്യമാണ്. ആരോഗ്യമുണ്ട് എന്ന് പറഞ്ഞാൽ മരിക്കുന്നു. രോഗിയായി കിടക്കുന്ന, വാർദ്ധക്യത്തിൽ കിടക്കുന്ന, രോഗം കൊണ്ട് മല്ലടിക്കുന്നവർ ഇവിടെ ജീവിക്കുന്നു. മരണമാകട്ടെ, അബൂബക്കർ റളിയല്ലാഹു അൻഹു പറഞ്ഞല്ലോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ രോഗിയായ അബൂബക്കർ റളിയല്ലാഹു അൻഹു സന്ദർശിക്കാൻ പോയപ്പോ ഒരു പദ്യശകലം ഉദ്ധരിച്ചുകൊണ്ടാണ് അബൂബക്കർ റളിയല്ലാഹു അൻഹു പറഞ്ഞത്,
കുല്ലിംരിഇം മുസബ്ബിഹും ഫീ അഹ്ലിഹി വൽ മൗതു അദിനാ മിൻ ശിറാകി നഅലിഹി. എല്ലാ മനുഷ്യനും പ്രഭാതത്തിൽ ആരോഗ്യവാനായി സന്തോഷവാനായി തന്റെ കുടുംബത്തിൽ എഴുന്നേൽക്കുന്നു. എന്നാൽ നബിയെ ആരോഗ്യത്തെക്കുറിച്ചൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. കാരണം വൽ മൗതു അദിനാ, മരണം അടുത്തിരിക്കുകയാണ്, മിൻ ശിറാകി നഅലിഹി, കാല് ധരിച്ചിരിക്കുന്ന ചെരുപ്പിനേക്കാൾ നമ്മളോടൊക്കെ മരണം അടുത്ത് നിൽക്കുകയല്ലേ. അതുകൊണ്ട് മരണം നമ്മളുടെ അടുത്താണ് എന്ന ഓർമ്മ നമ്മളെ എപ്പോഴും നമ്മളെ കൊണ്ടുവരും. വലൻ യുഅഖിറല്ലാഹു നഫ്സൻ ഇദാ ജാഅ അജലുഹാ, ഒരു ആത്മാവിനും അതിന്റെ അജലെത്തിക്കഴിഞ്ഞാൽ ലൻ യുഅഖിർ, അറബി ഭാഷ അനുസരിച്ച് ഒരു കാലത്തും ഭാവി കാലത്ത് പിന്നെ സംഭവിക്കില്ലെന്ന് തഖീറാകുക എന്ന്, വൈകിക്കുക എന്നത് സംഭവിക്കില്ല. അത് മരണത്തിന്റെ കാര്യത്തിൽ അങ്ങനെയാണ്. അള്ളാഹു നമ്മളെയൊക്കെ എന്ത് ചെയ്യുന്നു? രാത്രികളിൽ ഉറക്കിൽ പിടിക്കുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മളെ ഉറക്ക് കഴിഞ്ഞ് നമ്മളെ വീണ്ടും എന്ത് ചെയ്യുന്നു? അയക്കുന്നു. നമ്മുടെ കൂടെ ഹഫളത്തിന്റെ മലക്കുകളെ അള്ളാഹു അയച്ചിട്ടുണ്ട്. എന്നാൽ ഹത്താ ഇദാ ജാഅ അഹദുകുമുൽ മൗതു തഅഫത്തുഹു റുസ്ലുനാ, നമ്മൾ അജലെത്തിക്കഴിഞ്ഞാൽ മലക്കുകൾ പിടിക്കും. എന്നാലോ വഹും ലാ യുഫരിത്തുൻ, അവരെ ഏൽപ്പിച്ച പടിയിൽ നിന്ന് അവര് വിട്ടുപോകും. അതുവരെ എന്ത് ചെയ്യും? നമ്മളെ സംരക്ഷിക്കുന്ന മലക്കുകൾ സംരക്ഷിച്ചു പോകും എന്നാണ്. നോക്കൂ, നമ്മളെ കളിക്കളങ്ങളിലും ജീവിതത്തിന്റെ ഉത്തരവാദിത്തങ്ങളിൽ നിന്നൊക്കെ ഒഴിഞ്ഞ് ജീവിതത്തിന്റെ പല കാര്യങ്ങളിൽ ഏർപ്പെടും. മരണം എന്നത് അറിയൂല എന്ന് ബോധ്യപ്പെടുത്തുന്ന എത്രയെത്രയോ സംഭവങ്ങൾ നമ്മുടെ മുന്നിലൂടെ കടന്നു പോയിട്ടുണ്ടാവും. നമ്മളെ ശരിക്കും ബോധ്യപ്പെടുത്തുന്ന ഏതാനും വീഡിയോകളാണ്. ഒരു 2-3 വീഡിയോ നമ്മൾ കണ്ടാൽ നമുക്ക് മനസ്സിലാകും എന്താണ് നമ്മുടെ ഈ വീഡിയോയിൽ നമ്മൾ ആദ്യം കാണുമ്പോൾ കാണാം, ഇയാളല്ല യഥാർത്ഥത്തിൽ വീണത് അയാളുടെ മുന്നിൽ വേറൊരാളാണ്. പക്ഷേ സ്വാഭാവികമായി അതിന്റെ പിന്നാലെ ഓടിയിരിക്കുന്ന അയാളാണ് എന്ത് ചെയ്യുന്നത്? വീണത്. ഇത് മറ്റൊന്ന്,
നോക്കൂ, ഒരു പോലീസുകാരൻ റോഡിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്, സുരക്ഷാ ഉദ്യോഗസ്ഥനാണ്. അയാൾ ആ വാഹനം പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ സേഫ്റ്റി ആയിട്ട് നിൽക്കുന്ന ഒരാളാണ്. പക്ഷെ ഒരു മിനിറ്റ് മാത്രമേ വേണ്ടൂ അയാളുടെ മരണം സംഭവിക്കാൻ. ഇത് നമ്മളെ ബോധ്യപ്പെടുത്തുന്നത് മരണത്തിന്റെ സാഹചര്യം എന്ന് പറയുന്നത് അതിന്റെ തൊട്ടടുത്ത നിമിഷം വരെ ആ മരിക്കുന്ന വ്യക്തി വരെ എന്ത് ചെയ്യുന്നില്ല, അറിയുന്നില്ല. അദ്ദേഹം നമസ്കാരത്തിൽ ഇമാമാണ്, പക്ഷേ അയാൾക്ക് റുക്കുവിലേക്ക് പോകാൻ, അതുവരെ ഓതി അദ്ദേഹത്തിന് റുക്കുവിൽ പോകാൻ സമയം കിട്ടിയില്ല. ഖതീബിന് ഹംദ് സലാത്തും ചൊല്ലി അത് പൂർത്തിയാക്കാൻ അവസരം കിട്ടിയിട്ടില്ല. മരണം എന്ന് പറയുന്നത് നമ്മളൊക്കെ ആരോഗ്യമില്ലാത്ത ഒരാൾ ഇപ്പൊ ആ മേഖലയിൽ കയറി വരില്ലല്ലോ. ഒരാൾ പള്ളിയിലെ ഇമാമായി കയറി വരില്ല. നാം ആരോഗ്യവാനാണെന്ന് വിചാരിക്കുന്ന നമ്മുടെ മുന്നിലേക്ക് മരണം ഇത്രയും പെട്ടെന്ന് കയറി വരും. നോക്കൂ, നമ്മളെ വയനാട്ടിലുണ്ടായ ആ സംഭവം, രാത്രി ആ പ്രദേശത്തുള്ള ജനങ്ങൾ എന്തെല്ലാം ഒരു സാങ്കല്പിക ലോകത്തിലായിരിക്കും അവരുണ്ടായിരുന്നത്. പക്ഷേ ഏതാനും മണിക്കൂറുകൾ കഴിയുമ്പോഴേക്ക് അവരുടെ ജീവൻ നഷ്ടമാകും. ഒരു ചെറിയ ഒരു കാര്യമല്ല, നമ്മളെ ജീവിതത്തിൽ ഒന്നല്ലെങ്കിൽ മറ്റൊന്ന് കൊണ്ട് അപകടം തന്നെ സംഭവിച്ചോളണമെന്നില്ല. ഇപ്പോ നമസ്കരിക്കുന്ന ആളെ വണ്ടി ഒന്നും ഇടിച്ചില്ല, കളിക്കളത്തിൽ വീണിട്ടില്ല, അയാൾ തഖ്വയോടുകൂടി നമസ്കരിക്കും. അപ്പൊ ഒരു എത്ര ഭക്തിയുള്ളവനാണെങ്കിലും ഭക്തിയില്ലാത്തവനാണെങ്കിലും മരണമെത്തുന്നതിന് അള്ളാഹു ഒരു അജൽ ഒരു വ്യക്തിക്ക് നിശ്ചയിച്ചിട്ടുണ്ട്. ആ അജൽ എത്തിക്കഴിഞ്ഞാൽ ആ മനുഷ്യൻ എന്താവും, മരണപ്പെടും. അതുകൊണ്ട് തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അക്സുറു ദിക്റ ഹാദിമുൽ ലദ്ദാത്ത്, ജീവിതത്തിന്റെ എല്ലാ ആസ്വാദനങ്ങളെയും മുറിച്ചു കളയുന്ന മരണം എന്നതിനെ നിങ്ങൾ ഓർത്തുകൊണ്ടേയിരിക്കണം. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തിന് ഏറ്റവും അടുത്ത
ഒരു കുട്ടിയായിരുന്ന ഉമർ റളിയല്ലാഹുവിന്റെ പുത്രൻ അബ്ദുല്ലാഹ് ഇബ്നു ഉമറിനോട് പറഞ്ഞു, കും ഫി ദുനിയ കന്നക ഗരീബുൻ ഔ ഗാബിൽ സബീൽ, നീ ഒരു അപരിചിതനെ പോലെ ഒരു നാട്ടിൽ ജീവിക്കുന്ന ഒരാളെ പോലെ, അതുപോലെ തന്നെ ഒരു വഴിയാത്രക്കാരനെ പോലെ ആയി മാറണം. അതുപോലെ നീ എന്താകാം, വഖുദ് നഫ്സക ഫി അഖ്ലിൽ ഖുബൂർ, ഖബറിന്റെ ആളായി മാറും എന്നതിന് വേണ്ടി നീ തയ്യാറെടുപ്പ് നടത്തണം. അപ്പോ ഈ ക്ലാസിന്റെ ഒരു ഒന്നാമത്തെ ഒരു ഉത്ബോധനം നമുക്ക് വരേണ്ടത് ഇതാണ്. നാം എല്ലാവരും മരണപ്പെടും. ആ അജൽ എപ്പോഴാണ് എന്ന് എനിക്കറിയില്ല. അതുകൊണ്ട് ഞാൻ മരിക്കുമ്പോൾ ഒരു പൂർണ്ണനായ മുസ്ലിമായിട്ടേ മരിക്കാവൂ. അതുകൊണ്ട് എന്റെ ജീവിതത്തിൽ എനിക്കറിയാം എന്റെ ന്യൂനതകൾ. അത് ആ കുറവുകളും തെറ്റുകളും തിരുത്തി ഒരു പൂർണ്ണതയുള്ള അവസ്ഥയിലേക്ക് എന്റെ ജീവിതത്തെ തിരിച്ചു കൊണ്ടുവരണം. മരണം എന്നതിന് വേണ്ടി എന്ത് ചെയ്യേണ്ടതുണ്ട്? ഒരുക്കങ്ങൾ നടത്തേണ്ടതുണ്ട്. അതാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. മരിക്കാൻ വേണ്ടി മരണം വരുന്നതിന് നമ്മൾ ഒരുക്കൊന്നും വേണ്ട. പക്ഷെ മരണത്തിനപ്പുറമുള്ള അതോടുകൂടി അവസാനിക്കുന്നില്ല. ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിന്റെ ശാശ്വതമായ ലോകത്തിലേക്കുള്ള ഒരു പ്രവേശന കവാടമാണ് മരണം. അതുകൊണ്ട് തന്നെ ആ മരണത്തിന് വേണ്ട ഒരുക്കങ്ങൾ നടക്കണം. മരണത്തെ സ്മരിക്കൽ, ദിക്ർ, അത് സുന്നത്താണ്. കാരണം പ്രവാചകൻ കൽപ്പിച്ചൊരു കാര്യമാണ്. എന്നാൽ മരണത്തെ കൊതിക്കൽ കുറ്റകരമാണ്. ഒരിക്കലും തന്നെ എന്ത് രോഗമാകട്ടെ, പ്രയാസമാകട്ടെ, പ്രതിസന്ധിയാകട്ടെ മനുഷ്യന്റെ മുന്നിൽ വന്നാൽ മരിക്കാൻ ആഗ്രഹിക്കാൻ പാടില്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പല സന്ദർഭങ്ങളിലും ഓർമ്മപ്പെടുത്തിയത്, നിങ്ങൾ ആരും തന്നെ തന്നിലുണ്ടായ വിപത്ത് കാരണമായി മരണത്തെ ആഗ്രഹിക്കരുത്. നിങ്ങൾ ഒഴിച്ചുകൂടാത്ത സന്ദർഭത്തിൽ അല്ലാഹുവേ, എനിക്ക് ജീവിതം ആണ് ഗുണകരമെങ്കിൽ എന്നെ നീ മുസ്ലിമായി ജീവിപ്പിക്കുകയും മരണമാണ് എനിക്ക് ഗുണമെങ്കിൽ ഈമാനോടുകൂടി എന്നെ മരിപ്പിക്കുകയും ചെയ്യണമേ എന്ന് നിങ്ങൾ പ്രാർത്ഥിക്കണമെന്നാണ് പറഞ്ഞത്. ഉമർ റളിയല്ലാഹു അൻഹു ഇങ്ങനെ പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. അല്ലാഹുമ്മർസുഖ്നി ഷഹാദത ഫീ സബീലിക, നിന്റെ മാർഗത്തിൽ ഒരു രക്തസാക്ഷിത്വം എനിക്ക് നൽകണം. വജഅലി മൗതി ഫീ ബലദി റസൂലിക സല്ലല്ലാഹു അലൈഹി വസല്ലം, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ നാട്ടിൽ വെച്ച് എന്നെ മരിപ്പിക്കണം. ആ രണ്ട് കാര്യവും ഉമർ റളിയല്ലാഹു അൻഹുവിനെ പൂർത്തിയാക്കി കൊടുത്തു. കാരണം അദ്ദേഹം മറ്റൊരാളുടെ കുത്തേറ്റ് അതിക്രമപരമായിട്ടാണ് ലോകത്തോട് വിട പറഞ്ഞത്. അത് മദീനയിൽ വെച്ചുകൊണ്ടാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ നേരത്തെ പറഞ്ഞത് ആ ഹദീസ് ഇതാണ്. പ്രവാചകൻ പറഞ്ഞു, നിങ്ങൾ പറയുക, അല്ലാഹുമ്മ അഹീനി മാ കാനത്തിൽ ഹയാത്തു ഖൈറൻ, ജീവിതമാണ് എനിക്ക് ഖൈറെങ്കിൽ എന്നെ ജീവിപ്പിക്കണേ. വതഅഫ്നി ഇദാ കാനത്തിൽ വഫാത്തു ഖൈറൻ, എനിക്ക് മരണമാണ് ഉത്തമമെങ്കിൽ എന്നെ മരിപ്പിക്കണമേ എന്നേ പറയാൻ പാടുള്ളൂ. എന്നാൽ ജീവിതത്തിലെ പ്രയാസങ്ങളും പ്രതിസന്ധികളും ജീവിതത്തിൽ വരും. ഇന്ന് ആത്മഹത്യയുടെ നിരക്ക് കൂടിക്കൊണ്ടിരിക്കുകയാണ്. എത്ര വരെ? ഒരു അറബി കോളേജിൽ പഠിച്ച് ഒരു കുട്ടി, ആ ഉമ്മ അറബി കോളേജിൽ പഠിച്ചൊരു ടീച്ചറാണ്. നമ്മളൊരു സലഫി കുടുംബത്തിലാണ്. ആ കുടുംബത്തിൽ ഒരു 18 വയസ്സ് വരെ ഒരു കുട്ടിയെ വളർത്തി. +2 +1 പരീക്ഷ നടക്കുന്ന സമയത്ത് ആ കുട്ടിയുടെ ഫോണ് അവൻ വെറുതെ പഠിക്കാതെ ഫോണിൽ കളിച്ചിരിക്കുമ്പോൾ ഉമ്മ ഫോണ് വാങ്ങി വെച്ചു. മോനോട് പറഞ്ഞു, പരീക്ഷ കഴിഞ്ഞിട്ട് ഫോണ് തരാം. ഉമ്മ വീട്ടിലുള്ള വസ്ത്രങ്ങളുമായി അലക്കാൻ വേണ്ടി വീട്ടിന്റെ പിന്നിൽ പോയി അലക്കുകല്ലിൽ ആ വസ്ത്രം വെച്ച് സോപ്പ് എടുക്കാനോ മറ്റോ വന്നപ്പോ ഈ കുട്ടി നേരത്തെ ഇരുന്നിരുന്ന വാതിൽ അടഞ്ഞിരിക്കുന്നുണ്ട്. ആ ഉമ്മ ആ വാതിൽ കൊട്ടിയപ്പോൾ ആ വാതിൽ ഉള്ളിൽ നിന്ന് ലോക്ക് ചെയ്തിരിക്കുകയാണ്. ആ കുട്ടി ആത്മഹത്യ ചെയ്തു. ആ വീട്ടിനകത്ത്, ആ മുറിക്കകത്ത് ആത്മഹത്യ ചെയ്തു. ചില കുട്ടികളൊക്കെ, ചെറിയ ചെറിയ കുട്ടികൾ, UP സ്കൂളിലൊക്കെ പഠിക്കുന്ന കുട്ടികളുടെ ആത്മഹത്യ എന്താ അറിയോ? ആ കുട്ടിക്ക് ഇഷ്ടമുള്ള സാധനം കൊടുത്തില്ല. ടിവിയുടെ റിമോട്ട് പരീക്ഷാ സമയത്ത് ഉമ്മ വാങ്ങി വെച്ചു. ഇത് നമ്മൾ വളർന്നു വരുന്നൊരു തലമുറയിലേക്ക് ഇങ്ങനെ എന്തെങ്കിലും ഒരു നിസാരപ്പെട്ട കാര്യമായാൽ തന്റെ ഇഷ്ടത്തിനും താല്പര്യത്തിനും സ്വാതന്ത്ര്യത്തിനും എതിരാണ് എന്ന് തോന്നിയാൽ അവർ മരിക്കും. അത് എങ്ങനെയെന്ന് അവരതിന്റെ മാർഗം തിരഞ്ഞെടുക്കും എന്നതാണ്.
വലിയ ആളുകളെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ ലക്ക് ലെവലില്ലാതെ കടമായി. എവിടുന്ന് കൊടുക്കുന്നു, എങ്ങനെ കൊടുക്കുന്നു എന്നതിന് മാർഗമൊന്നുമില്ല. വീട്ടിന് വാടക വീട്ടിലല്ലേ താമസിക്കണേ, വാടക പൈസ അടവ് കൊടുത്താ പോരെ. ബുദ്ധി എങ്ങനെയുണ്ട്? എളുപ്പമാണ്. എന്നിട്ട് എത്ര എടുക്കുന്നത്? ബാങ്കിൽ നിന്ന് 15 ലക്ഷം വീട് കെട്ടാൻ. ഇയാള് അടയ്ക്കുന്നോ? എത്ര അടച്ചിട്ടും എന്ത് ചെയ്യുന്നില്ല, തീരുന്നില്ല. ജോലി തൊഴിൽ എന്ന് പറയുന്നത് കൊറോണ വന്നപ്പോ കുറെ ലോക്കായി. ജീവിതത്തിന്റെ സാഹചര്യങ്ങൾ പെട്ടെന്ന് മാറി മറിയും. ഉള്ള തൊഴിൽ മാറാം. തനിക്കൊരു രോഗം വന്ന് പോകുന്ന ജോലി ചെയ്യാൻ കഴിയാതെ വരാം. ജോലി ചെയ്യുന്ന സ്ഥാപനം നമ്മളെ പിരിച്ചുവിടാം. ഗവൺമെന്റിന്റെ ഒരു തീരുമാനം കൊണ്ട് ആ മേഖലയിൽ ശമ്പളം കൊടുക്കാതാകാം. അവിടെയൊക്കെ ഇത് ബ്ലോക്കായി. അത് മേലേക്ക് മേലെ വന്നു. അവിടെയൊക്കെ എന്ത് ചെയ്യുന്നു? ആൾക്കാർ പിന്നെ എളുപ്പമുള്ള മാർഗമായി ആത്മഹത്യയെ തെരഞ്ഞെടുക്കുകയാണ്. എന്നാൽ മുസ്ലിമിന് ഒരിക്കലും ആത്മഹത്യ ചെയ്യാൻ പാടില്ല. ജീവിതത്തിലെ എന്ത് ആത്മാഭിമാനത്തിന് തടസ്സം ഉണ്ടാകാം, അഭിമാനക്ഷതം വരാം, കച്ചവടം പൊളിഞ്ഞു പോകാം, കച്ചവട സ്ഥാപനം തീ പിടിച്ച് നശിക്കാം, നമ്മളെ വാഹനങ്ങൾ കത്തിക്കരിഞ്ഞു പോകാം. എന്തൊക്കെ ജീവിതത്തിൽ അങ്ങനെ പല പ്രതിസന്ധികൾ നമ്മുടെ ജീവിതത്തിൽ വരും. പക്ഷെ ഒരു മുസ്ലിമിന് ആത്മഹത്യ ചെയ്യാൻ ഒരിക്കലും അനുവാദമില്ല. എങ്ങനെയാണോ നമ്മൾ ആത്മഹത്യ ചെയ്യുന്നത് അതേ രൂപത്തിൽ നരകത്തിൽ ആവർത്തിച്ചു കൊണ്ടേയിരിക്കും. ഒരാൾ കത്തികൊണ്ട് വയറ് പൊളിച്ചിട്ടാണ് ആത്മഹത്യ ചെയ്തതെങ്കിൽ നരകത്തിൽ ശാശ്വതനായി അത് ചെയ്തുകൊണ്ടേയിരിക്കും. ഒരാൾ എന്തെങ്കിലും ഒരു ദ്രാവകം കുടിച്ചിട്ടാണെങ്കിൽ അത് കുടിച്ചുകൊണ്ടേയിരിക്കും. മലയുടെ മുകളിൽ നിന്ന് ചാടിയിട്ടാണ് ചെയ്തതെങ്കിൽ നരകത്തിൽ അത് ആവർത്തിച്ചു കൊണ്ടേയിരിക്കുമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ജീവിതത്തിലെ ചെറിയൊരു തീരുമാനം പക്ഷെ ആത്മഹത്യയിലേക്ക് ഇറങ്ങുന്നുണ്ടല്ലോ, ആ ആളുകൾക്ക് ആദ്യത്തിൽ ഒരു ഭയങ്കര ത്രില്ലായിരിക്കും. അത് നമുക്ക് ആത്മഹത്യയെ വിലയിരുത്തിയ അയാൾ ആത്മഹത്യ ചെയ്യൂല. ആത്മഹത്യ ചെയ്തൊരു ബോഡി കണ്ടാൽ പിന്നെ അയാൾ ചെയ്യൂല. ഇപ്പോ ഒരാൾ തൂങ്ങി മരിച്ച ആളെയും തല്ലിക്കൊന്ന കെട്ടിത്തൂക്കിയ ആളെയും പെട്ടെന്ന് തിരിച്ചറിയും. എങ്ങനെ? തൂങ്ങി മരിച്ച മനുഷ്യന്റെ കഴുത്തിൽ ഈ സാധനം ലോക്കായി കഴിഞ്ഞാൽ ഈ ഷോൾഡറിന്ന് കൈ പൊന്തൂല. അയാള് ഇതിന്ന് ഈ കയറി പിടിച്ച് രക്ഷപ്പെടാൻ അയാൾ ശ്രമിക്കും. പക്ഷേ തോളിൽ നിന്ന് ഈ കൈ ഹാൻഡ് കഴുത്തിന് മുകളിലേക്ക് ഇത് പൊന്തൂല. കഴുത്ത് ഇറുകിക്കഴിഞ്ഞാൽ പിന്നെ അയാൾക്ക് ചെയ്യാൻ പറ്റുന്നത് പെട്ടെന്ന് ഇയാൾ വിചാരിച്ച പോലെ ചെയ്യില്ല, റൂഹ് പോകൂല. അയാളുടെ കൈ എത്താവുന്ന ശരീരത്തിന്റെ ഭാഗങ്ങൾ മുഴുവൻ ധരിച്ചിരിക്കുന്ന പാന്റോ അടിവസ്ത്രങ്ങളോ ഉണ്ടെങ്കിൽ അതൊക്കെ കൈകൊണ്ട് മാന്തി പൊളിച്ച് അയാളുടെ തൊടയൊക്കെ മുറിവായിട്ടുണ്ട്. എന്നിട്ട് അയാൾ മരിച്ചിട്ടില്ല. മരിച്ച അയാളുടെ ചലനം നിൽക്കുമല്ലോ. അതുപോലെ തന്നെ എന്തെങ്കിലും ദ്രാവകം കഴിച്ചാൽ പെട്ടെന്ന് മരിക്കുന്നു വിചാരിക്കും. ചില ദ്രാവകങ്ങൾ കഴിച്ച് എന്ത് ചെയ്യും? നമ്മളുടെ ഓരോ ബോഡി പാർട്ട് ഇങ്ങനെ മുറിഞ്ഞ് പീസാക്കി കട്ട് ചെയ്ത് അങ്ങനെ നമ്മളെ ശരീരത്തിലെ അവയവങ്ങൾ മുറിഞ്ഞു പോയിട്ടേ അയാൾ മരിക്കുള്ളൂ. അതുവരെ ഈ വേദന എന്ത് ചെയ്യണം? ഇയാൾ സഹിച്ചുകൊണ്ടേയിരിക്കണം. അതാണ് ആത്മഹത്യയുടെ ഒക്കെ. അതുകൊണ്ട് തന്നെ അത് അനുഭവിച്ച് കണ്ട ഒരാൾ അത് ചെയ്തു കഴിഞ്ഞാൽ പിന്നെ രക്ഷപ്പെടാൻ ശ്രമിക്കും. തീ മേലേക്ക് വേണം, മണ്ണെണ്ണ ഒഴിക്കാനും കത്തിക്കാനൊക്കെ ആവും. പക്ഷേ തൊലിയിലേക്ക് തീയിന്റെ നാളം വന്നത് കത്താൻ തുടങ്ങിയാൽ വേറെ ആരെങ്കിലും കെട്ടിപ്പിടിച്ചിട്ടെങ്കിലും രക്ഷപ്പെടണമെന്ന് ശ്രമിക്കും. അതാണ് ആത്മഹത്യയുടെ സ്വഭാവം. അപ്പൊ അത് കണ്ടാൽ അല്ലെങ്കിൽ അത് അനുഭവത്തിൽ ഒരാളെ അത് ആ ശരീരം കണ്ട ഒരാൾ പിന്നെ ആത്മഹത്യ ചെയ്യില്ല. പക്ഷേ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബികളുടെ കൂട്ടത്തിൽ നിന്ന് ഒരാളുടെ ചരിത്രം, എന്ത് പ്രതിസന്ധി വന്നാലും ആത്മഹത്യ ചെയ്യാൻ പറ്റില്ല എന്നതിനൊരു തെളിവാണ് ഈ ഹദീസ്. സഹാബി വര്യനായ സഹൽ ബിൻ സഈദ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇൽതഖ വഹു മുശ്രികൂൻ ഫഖതലു. നബിയുടെ സഹാബികളും അവിശ്വാസികളും തമ്മിൽ ഒരു യുദ്ധത്തിന് വേണ്ടി അയച്ചു. ഫലമ്മാ മാല റസൂലുള്ളാഹി ഇലാ അസ്കരിഹി വമാല ആഖിറൂൻ. നബിയുടെ സമൂഹം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്നു. വഫി അസ്ഹാബി റസൂലില്ലാഹ്. നബിയുടെ സഹാബികളുടെ കൂട്ടത്തിൽ ഒരു വ്യക്തി ഉണ്ടായിരുന്നു. ആ വ്യക്തി ലാ യദൂ ലഹു ഷാദത്തൻ വലാ ഫാദത്തൻ ഇല്ലാ ഇത്തബ യദ്രിബുഹാ ബിസൈഫിഹി. കാൽനട യാത്രക്കാരനാകട്ടെ വാഹനത്തിൽ സഞ്ചരിക്കുന്ന ഒരാളാകട്ടെ അയാളെ ഉണ്ടെങ്കിൽ ശത്രുവിനെ പിന്തുടർന്ന് അയാളെ കഴുത്തു വെട്ടാതെ അയാൾ വിടുന്നില്ല. അങ്ങനെ യുദ്ധം ചെയ്യുന്ന ഒരു മനുഷ്യൻ.
അപ്പോൾ ഫഖീല മാ അജ്സഅ മിന്നൽ യൗമ അഹദ്. അപ്പൊ കൂടെ ഉണ്ടായിരുന്ന സഹാബി വര്യന്മാർ അയാളെ നോക്കിയിട്ട് പറഞ്ഞു, ഇയാളുടെ അത്ര പ്രതിഫലം ലഭിക്കുന്ന ഒരാൾ ഇന്ന് യുദ്ധക്കളത്തിൽ വേറെയില്ല. കമാ അജ്സഅ ഫുലാൻ, ഈ ആൾക്ക് കിട്ടിയതുപോലെ. ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അമാ ഇന്നഹു മിൻ അഹ്ലിന്നാർ, എന്നാ നിങ്ങൾ മനസ്സിലാക്കണം, അയാൾ നരകക്കാരനാണ്. ആര്? ശത്രുവിനെ ഒരു യുദ്ധക്കളത്തിൽ അരിഞ്ഞു വീഴ്ത്തി, കാലാൾപ്പടയാകട്ടെ, വാഹനത്തിൽ വരുന്ന ആളാകട്ടെ, കുതിരപ്പടയാകട്ടെ, അരിഞ്ഞു വീഴ്ത്തി പോകുന്ന ഒരു സഹാബി വര്യനെ പ്രതിഫലത്തെ കുറിച്ച് സംസാരിച്ചപ്പോൾ സഹാബിമാരോട് പ്രവാചകൻ പറയാണ് അദ്ദേഹം നരകക്കാരൻ. അപ്പൊ ഒരാൾ പറഞ്ഞു, റജുലുൻ മിനൽ ഖൗം അന സാഹിബുഹു, ഞാൻ അയാളുടെ കൂട്ടുകാരനാണ്. ഫഖറജ മഅഹു കുല്ലമാ വഖഫ വഖഫ മഅഹു ഇദാ അസ്റ അസ്റ മഅഹു, അയാൾ നിന്നാൽ ഞാൻ അയാളുടെ കൂടെ നിൽക്കും, അയാൾ ധൃതിപ്പെട്ടു പോയാൽ ഞാൻ അയാളുടെ കൂടെ അങ്ങനെ പോകും. ഫഖറജ റജുലുൻ, അങ്ങനെ ജുരിഹ റജുലുൻ ജുർഹൻ ശദീദ, ഈ യുദ്ധത്തിനിടയിൽ അദ്ദേഹത്തിന് കഠിനമായ ഒരു മുറിവ് പറ്റി. ഇസ്തഅജലൽ മൗത്ത്, അദ്ദേഹത്തിന് മരണം ആവശ്യമായി, അതിനുവേണ്ടി ധൃതി കൂട്ടി. അദ്ദേഹം എന്ത് ചെയ്തറിയോ? അദ്ദേഹത്തിന്റെ വാളിനെ നിലത്ത് നാട്ടിവെച്ചു. ആ വാളിന്റെ മൂർച്ചയുള്ള മുനയുള്ള ഭാഗം അദ്ദേഹത്തിന്റെ നെഞ്ഞു വെച്ചു. അയാളുടെ ശരീരം ആ വാളിലേക്ക് ആഴ്ത്തിക്കളഞ്ഞു. അങ്ങനെ അത് ശരീരത്തിൽ നിന്ന് പുറത്തു വന്നു. ആ സഹാബി വര്യൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ ചെന്നിട്ട് പറഞ്ഞു, അശ്ഹദു അന്നക റസൂലുള്ളാഹ്, താങ്കൾ അള്ളാഹുവിന്റെ റസൂൽ തന്നെ. നബിക്ക് അത്ഭുതമായി. മുസ്ലിമായ ആള് വീണ്ടും വന്നിട്ട് എന്നോട് അശ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് പറയും. എന്താ അതിന്റെ കാരണം? അപ്പൊ പറഞ്ഞു, താങ്കൾ പറഞ്ഞല്ലോ നേരത്തെ, ആ മനുഷ്യൻ നരകക്കാരൻ, ഞാൻ നേരിട്ട് കണ്ടു. ആനിഫൻ അന്നഹു മിൻ അഹ്ലിന്നാർ ഫളമൻ നാസു ദാലിക്, ജനങ്ങൾക്ക് അത് വലിയ കാര്യമായി. അനലക്കും ബിഹി ഖറജതു ഇലാ തലബി ദുർഹൻ ശദീദൻ ഫസ്തഅജല, എന്നിട്ട് നബിയോട് ആ നടന്ന സംഭവം വിവരിക്കുക. എന്താണ് പറഞ്ഞത് പ്രവാചകൻ? അദ്ദേഹം നരകക്കാരനായി. ഒരാൾക്ക് റിഡക്ഷൻ കിട്ടുകയാണെങ്കിൽ ആർക്ക് കിട്ടണം? അള്ളാഹുവിന്റെ മാർഗത്തിൽ പ്രവാചകൻ നിയോഗിച്ച ഒരു സൈന്യത്തിലെ യുദ്ധത്തിൽ പരിക്ക് പറ്റി. ആ മുറിവിന്റെ വേദന സഹിക്കാൻ അയാൾക്ക് കഴിയാത്തത് കൊണ്ട് അയാൾ മരണം ആഗ്രഹിച്ച് അയാളുടെ ആയുധം നാട്ടിവെച്ച് അതിന് മുകളിലേക്ക് വീണിട്ട് അയാൾ മരിച്ചു. നമ്മളിപ്പോ എന്താ പറയാ? അയാൾ രക്തസാക്ഷിയാണെന്ന് പറയാം. പ്രവാചകൻ പറഞ്ഞത് ഫഹുവ ഫിന്നാർ, അയാൾ നരകത്തിലാണ്. അങ്ങനെയാണ് എങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഇപ്പൊ സർവ്വസാധാരണമാണ് മക്കൾ മറ്റൊരാളെ സ്നേഹിക്കുകയും അവളുടെ കൂടെ മറ്റൊരുത്തിന്റെ കൂടെ പോവുക, മറ്റൊരാളെ വിവാഹം കഴിക്കുക. എങ്ങനെ നമ്മൾ മറ്റൊരാളുടെ മുഖത്ത് നോക്കും? കുടുംബങ്ങൾ അഭിമുഖീകരിക്കുന്ന ഇപ്പോഴത്തെ ഒരു വലിയ പ്രശ്നമാണ്. പല ഉമ്മമാരും ആത്മഹത്യ ചെയ്യാൻ ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട് ഇതിന്റെ പേരിൽ. മറ്റേത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സാമ്പത്തിക കാര്യങ്ങൾ, മറ്റൊന്ന് ചില ആൾക്കാര് അവരുടെ ആഗ്രഹങ്ങൾക്കനുസരിച്ച് ജീവിക്കാൻ പറ്റില്ല. ഇപ്പോ പല കൊറിയൻ മ്യൂസിക്കുകളുടെ പിന്നാലെ കൂടി അറിയാത്ത ഭാഷയിൽ മെസ്സേജ് അയച്ച് കൊറിയക്ക് പോകണം, കൊറിയക്കാരന്റെ കൂടെ ജീവിക്കണം, അങ്ങനത്തെ ആഗ്രഹം നടക്കണില്ല. പിന്നെന്താ അടുത്ത പണി? ആത്മഹത്യ ചെയ്യുക. അങ്ങനത്തെ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഇന്ന് സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അവിടെ ഒരു മുസ്ലിമായ ഏത് പ്രായത്തിലൊരാളും ചിന്തിക്കുകയും ഉൾക്കൊള്ളുകയും ചെയ്യേണ്ടതാണ്. എന്ത് ജീവിതത്തിലെ പ്രതിസന്ധി ഉണ്ടായാലും പടച്ചോൻ എന്ത് ചെയ്യും? എന്റെ മുന്നിൽ ഒരു വഴി കാണിച്ചു തരും. അതൊരു മുസ്ലിമിന് വിശ്വസിക്കാൻ പറ്റും. ഞാൻ അള്ളാഹനെ സൂക്ഷിച്ച് ജീവിക്കുകയാണ് എങ്കിൽ അള്ളാഹു എനിക്കൊരു എക്സിറ്റ് തരും. അതാണ് മഖ്റജ്. മഖ്റജ് എന്ന് സാധാരണ ഗൾഫിലൊക്കെ പോയവർക്ക് അറിയാം. നമ്മൾ എയർപോർട്ടിന് പുറത്തേക്ക് പോകാനുള്ള ആ പച്ച അപകടം പറ്റിയാലും കാണുന്ന വിധത്തിലുള്ള ബോർഡിൽ എഴുതി വെക്കുന്നുണ്ട് മഖ്റജ്, എക്സിറ്റ്. ജീവിതത്തിൽ എക്സിറ്റ് ഉണ്ട്. അതിനെന്ത് ചെയ്യണം? യത്തഖില്ല, അള്ളാഹനെ സൂക്ഷിക്കണം. അപ്പൊ നമുക്ക് കുറെ ചരിത്രങ്ങൾ അതുമായി ബന്ധിച്ച് നമ്മൾ മനസ്സിലാക്കാം, അല്ലേ? മൂസാ നബിയെ നബിയാക്കണമെന്ന് അള്ളാഹ് തീരുമാനിച്ചാണ്. ആക്കിയില്ലേ? ആൾക്കാരെ കൊല്ലുന്ന നാട്ടിലാണ് ജനിച്ചത്, അല്ലേ? ആൺകുട്ടികൾ ജനിച്ചാൽ കൊല്ലും. എന്നിട്ട് ആ കുട്ടി എവിടെ വളർത്തി? കൊല്ലാൻ കൽപ്പന കൊടുക്കുന്ന ആളുടെ കൊട്ടാരത്തിൽ കൊണ്ടുപോയി വളർത്തി, എന്നിട്ട് നബിയാക്കി, എന്നിട്ട് അയാളുടെ അടുത്തേക്ക് തന്നെ തിരിച്ചയച്ചു, അല്ലേ?
ഒരു തക്കാളിപ്പെട്ടി പോലെയുള്ള പേടകത്തിൽ പെട്ടിയിലാക്കിയിട്ടേ തിരമാല അടിച്ച് നീങ്ങുന്ന സമുദ്രം പോലുള്ള നെയിൽ നദിയിലിട്ട് ആ കുട്ടിനെ പറഞ്ഞു, പെണ്ണേ, നിനക്ക് ഞാൻ നിന്റെ കുഞ്ഞിനെ തിരിച്ചു തരാം. മൂസാ നബിയുടെ ഉമ്മാനോട് പറഞ്ഞത് കൊടുത്തു. ആ പടച്ചോൻ നമ്മുടെ കൂടെ ഉണ്ട്. അപ്പൊ നമ്മളെ ജീവിത പ്രതിസന്ധികളിൽ നമ്മൾ റബ്ബിൽ തവക്കുലാക്കി അതിന്റെ മാർഗത്തിനനുസരിച്ച് ജീവിക്കണം. നിശ്ചിതയുടെ മാർഗത്തിലാണെങ്കിലോ അതിന് വിപരീതമാണ്. നമ്മൾ ഫർളുകളും സുന്നത്തുകളും അനുസരിച്ച് ജീവിക്കുന്നവനായാൽ നമ്മളുടെ കേൾവി, നമ്മളുടെ കാഴ്ച, നമ്മൾ സഞ്ചരിക്കുന്നത് അള്ളാഹുവിന്റെ കൽപ്പനകൾക്ക് അനുസരിച്ചേ പ്രവർത്തിക്കുള്ളൂ. ആ ഹദീസിന്റെ ഖുദ്സിയായ ഹദീസിന്റെ അവസാനം എന്താണ്? ഇദാ സഅലനി ലഉതി അന്നഹു. ഫർളും സുന്നത്തൊക്കെ അനുഷ്ഠിച്ച് എന്നോട് തൃപ്തിപ്പെടുന്ന ഒരു മനുഷ്യനായാൽ ചോദിച്ചാൽ ഞാൻ അവന് നൽകുക തന്നെ ചെയ്യും. ഇദാ ഇസ്തഅദനി ഉഈദന്നഹു. എന്നോട് രക്ഷ തേടിയാൽ രക്ഷ തേടിയവന് നൽകുക തന്നെ ചെയ്യും. ആ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ മാറാന്നാണ്. അപ്പൊ ജീവിത പ്രതിസന്ധി വരുമ്പോൾ എന്ത് ചെയ്യണം? നിസ്കരിക്കാണ്ട്, പള്ളി പോകാണ്ട്, ജമാഅത്തിൽ പോകാണ്ട് ഒഴിഞ്ഞു പോവുകയല്ല ചെയ്യേണ്ടത്. കൂടുതൽ കൂടുതൽ റബ്ബിലേക്ക് അടുക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുക എന്നതാണ് നമ്മൾ എപ്പോഴും സ്വീകരിക്കേണ്ടത്. മരണം അപ്രതീക്ഷിതമാണ്. നാം എപ്പോഴും മരണത്തിന് വേണ്ടി തയ്യാറെടുത്തുകൊണ്ടിരിക്കും. മരണം വന്നു കഴിഞ്ഞാൽ അതിന്റെ ലക്ഷണം, മരണലക്ഷണങ്ങളിൽ ഒരാളിൽ മരണം അടുത്തിട്ടുണ്ട്, അയാൾ മരിക്കും എന്ന് പറഞ്ഞാൽ ഖുർആനികമായി പ്രാമാണികമായി പറയാവുന്ന ലക്ഷണം ബോധ്യപ്പെടുത്തുന്നതാണ് സൂറത്ത് ഖിയാമയിലെ 26 മുതൽ 30 വരെയുള്ള കല്ലാ ഇദാ ബലഗതി തറാഖിയ വഖീല മൻ റാഖ് വظن أنه الفراق والتفت الساق بالساق إلى ربك يومئذ المساق كلا إذا بلغت التراقي. അവൾ ആര്? നമ്മുടെ ശരീരത്തിലുള്ള റൂഹുണ്ടല്ലോ, അത് തറാഖിയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നമ്മുടെ തൊണ്ടക്കുഴിയിലേക്ക്, നെഞ്ചെല്ലിന്റെയും തൊണ്ടക്കുഴിയുടെ ഇടയിലേക്കും എത്തിയല്ല, അതാണ് തറാഖ്. അപ്പൊ നമ്മൾ കൂടെയുള്ളവരും എല്ലാരും പറയും, കീല പറയപ്പെടും, മൻ ആരാണുള്ളത്? റാഖ്. ആരുണ്ട് ഇയാൾക്കൊന്ന് മന്ത്രിച്ചു കൊടുക്കാൻ, ഇയാൾക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാൻ ആരുണ്ട് എന്ന് പറയാനല്ലാതെ അടുത്ത് നിൽക്കുന്ന ആൾക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഖുർആൻ വേറെ ചിലടത്ത് പറഞ്ഞു, നിങ്ങളെ മരിക്കുന്ന നേരത്ത് അഖ്റബയിലേക്ക് നമ്മാണ് അവനേക്കാൾ അടുത്തുണ്ടാക്കി. നിങ്ങൾ നിഷേധിക്കണാണെങ്കിൽ തർജഊനഹ, നിങ്ങൾ ആ റൂഹിനെ ഒന്ന് മടക്കി കൊടുക്കി, നിങ്ങളെ കൊണ്ട് പറ്റുകയാണെങ്കിൽ നോക്കിക്കോളി. ഒരു വെല്ലുവിളിയാണ്. അപ്പോ ഒരാളെ കൊണ്ട് ചെയ്യാൻ പറ്റില്ല. അവിടെ ആകെപ്പാടെ എന്താ ചെയ്യാ? നമുക്ക് പറയാം, ഇയാൾക്ക് എന്തെങ്കിലും സഹായം ചെയ്യാൻ, ഇയാൾക്ക് മന്ത്രിക്കാൻ, ഇയാൾക്ക് ഒരു വെള്ളം കൊടുക്കാൻ എന്താ ചെയ്യും? ഈ മരിക്കുന്ന ആളെ സംബന്ധിച്ചിടത്തോളം അയാൾ തീരുമാനിച്ചു, ഞാൻ ലോകത്തോട് വിട പറയാണ്. പക്ഷെ അടുത്ത് നിൽക്കുന്ന ആൾക്ക് അറിയില്ല. നമ്മളപ്പോഴും പറയും, ഇങ്ങനെ നോക്കുന്നുണ്ട്, മറ്റാൾ നോക്കുന്നുണ്ട്, അപ്പുറത്തേക്ക് നോക്കുന്നുണ്ട്, മരുമോൻ വരുന്നുണ്ടോ, മകള് വരുന്നുണ്ടോ, ഭാര്യ വരുന്നുണ്ടോ, മോൻ വരുന്നുണ്ടോ എന്നൊക്കെ നോക്കുകയാണെന്നാണ് നമ്മൾ പറയാ. പക്ഷെ അയാൾ വേറെ ആരെയൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അയാൾ ലോകത്തോട് വിട പറയുകയാണെന്ന് കാണാത്ത ആളുകളെ കണ്ണുകൊണ്ട് നേർക്കുനേരെ കണ്ട് പരലോകത്തിലേക്ക് യാത്രയാവണമെന്ന് ഉറപ്പിച്ചു. അങ്ങനെ ഉറപ്പിച്ച ഒരു മനുഷ്യൻ എന്താ ചെയ്യുള്ളൂ? കണങ്കാല് കണങ്കാലുമായി കൂട്ടിപ്പിടിക്കും. ഇലാ റബ്ബിക യൗമഇദിൻ മസ്അൽ. അന്നേ ദിവസം നിന്റെ റബ്ബിന്റെ അടുക്കലേക്കാണ് നിന്റെ മടക്ക യാത്ര തെളിച്ചു. അപ്പോ മരണത്തിന്റെ ലക്ഷണം അതാണ്. ഒന്ന്, മരണത്തിലേക്ക് അടുക്കുന്ന മനുഷ്യൻ, നമ്മൾ കാലൊക്കെ എത്ര ശരിയാക്കി വെച്ചാലും ആ കാലിന് മേലെ തണുപ്പാണെന്ന് വിചാരിച്ച് പുതപ്പിട്ട് കൊടുത്താലും അയാൾ അതൊക്കെ ഒഴിവാക്കി കണങ്കാലുകൊണ്ട് കണങ്കാലിനെ പിരിക്കാൻ പറ്റുമോ? ഒരിക്കലും സാധ്യമല്ല. പക്ഷേ നമ്മൾ എത്ര ആ കാലെടുത്തു വെച്ചാലും അയാൾ കാല് തിരിച്ച് പടച്ചുകൊണ്ടിരിക്കും. അത് അയാളുടെ മരണലക്ഷണത്തിന്റെ ഒരു ഭാഗമാണ്. മറ്റൊന്ന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരു വിശ്വാസിയായ മനുഷ്യൻ ലോകത്തോട് വിട പറയാൻ അടുത്താൽ
ഇന്നൽ അബ്ദുൽ മുഅ്മിനു ഇദാ കാന ഇൻഖിതാഉ മിനദ് ദുനിയ ഇഖ്ബാലു മിനൽ ആഖിറ. ആഖിറത്തിലേക്ക് അടുക്കുകയും ദുനിയാവിനോട് വേർപിരിയുകയും ചെയ്യുന്ന സമയമായാൽ നസല ഇലൈഹി മലായികത്തും മിനസ് സമാ ബീളിൽ ഉജൂഹ് അന്നഹു ഉജൂഹ് ശംസ്. സൂര്യനെ പോലെ കത്തിത്തിളങ്ങുന്ന സുന്ദര മുഖമുള്ള മലക്കുകൾ അയാളുടെ അടുക്കിലേക്ക് വാനലോകത്തിൽ നിന്ന് ഇറങ്ങി വരും. അവരുടെ കയ്യിൽ സ്വർഗത്തിന്റെ കഫംപുടയുണ്ട്. സ്വർഗത്തിൽ നിന്നുള്ള പഞ്ഞിയുണ്ട്, സുഗന്ധ വസ്തുക്കളുണ്ട്. ആ മരിക്കാൻ കിടക്കുന്ന മനുഷ്യന്റെ കണ്ണുകൊണ്ട് നോക്കിയാൽ കാണുന്നിടത്ത് വന്നിരിക്കും. പിന്നീട് മലക്കുൽ മൗത്ത് വരും അലൈഹിസ്സലാം. ഹത്താ യജ്ലിസു ഇൻദ റഅസിഹി, അയാളുടെ തലയുടെ ഭാഗത്ത് ഇരിക്കുമ്പോഴേക്കും ഫയഖൂൽ, എന്നിട്ട് മലക്കുൽ മൗത്ത് പറയും, യാ അയ്യതുഹൻ നസ്സു തയ്യിബ, അല്ലയോ പരിശുദ്ധാത്മാവേ, ഇഖ്രിജി, നീ പുറത്തേക്ക് വരൂ, ഇലാ മഗ്ഫിറത്തിൻ മിനല്ലാഹി വറിദ്വാൻ, അല്ലാഹുവിന്റെ തൃപ്തിയിലേക്കും അല്ലാഹുവിന്റെ പാപമോചനത്തിലേക്കും വരൂ എന്ന് പറയുമ്പോൾ ഫതഖ്റുജു തസീലു കമാ തസീലുൽ ഖിത്രതു മിൻ സിഖാ, കൊടുക്കുന്ന പാത്രത്തിൽ നിന്ന് വെള്ളത്തിന്റെ കൂജയിൽ നിന്ന് വെള്ളത്തുള്ളി പുറത്തേക്ക് വരുന്ന വിധത്തിൽ അയാളുടെ റൂഹ് പുറത്തേക്ക് വരും. അപ്പോഴേക്ക് തന്നെ കണ്ണിമ വെട്ടുന്ന നേരം കൊണ്ട് അതിനെ പിടിച്ചെടുക്കും. അപ്പോഴേക്ക് തന്നെ ആ കഫംപുടവിയിൽ, സ്വർഗത്തിന്റെ കഫംപുടവിയിലാക്കി ആ സ്വർഗത്തിന് കൊണ്ടുവന്ന പഞ്ഞി വെച്ച് അത് കൊണ്ടുപോകും. ലോകത്തുള്ള ഏറ്റവും നല്ല സുഗന്ധത്തിന്റെ സുഗന്ധം ഉണ്ടായിരിക്കും. അതുകൊണ്ട് ഇങ്ങനെ വാനലോകത്തിലേക്ക് മലക്കുകൾ കയറി. ഈ ഹദീസ് പറഞ്ഞപ്പോ, ഈ ഹദീസിനെ വെച്ച് പണ്ഡിതന്മാർ പറഞ്ഞു, മരണ ലക്ഷണങ്ങളിൽ ഒന്ന്, ഒരു മനുഷ്യൻ മരണത്തിനോട് അടുക്കുന്ന സമയത്ത് അയാളുടെ കണ്ണിമകൾ പരസ്പരം സ്പർശിക്കൂല. എന്നാൽ അയാളുടെ കണ്ണിന്റെ കൃഷ്ണമണി ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും. എന്താ കാരണം? ഈ ഹദീസിൽ പറഞ്ഞാണ്. അടുത്തിരിക്കുന്ന ആള് ഇതൊന്നും കാണുന്നില്ല. പക്ഷേ മരണാസന്നനായി കിടക്കുന്ന രോഗിയായ അല്ലെങ്കിൽ മരിക്കാൻ പോകുന്ന മനുഷ്യൻ, മലക്കുകൾ അയാളെ റൂഹ് പിടിക്കുന്നതിന് മുമ്പ് വന്ന പരിവാരമായി ഇരിക്കുന്ന മലക്കുകളെ അവർ വന്നിരിക്കുന്നുണ്ട്. അവരെ നോക്കിക്കൊണ്ടിരിക്കുക. അവരെങ്ങനെ നോക്കും? പക്ഷെ ഒരു കണ്ണിമ വെട്ടുന്ന സമയം കൊണ്ട് എന്ത് ചെയ്യും? എന്റെ റൂഹ് പിടിക്കുമെന്ന് വിചാരിക്കുന്ന കൊണ്ട് തന്നെ കണ്ണിമ പൂട്ടൂല. നമുക്ക് ഒരിക്കലും ഒരു മനുഷ്യന് അതിന്റെ മുൻപ് മരണമാകുന്ന ലക്ഷണങ്ങൾ പ്രകടമാകുന്നതിന് മുമ്പ് കണ്ണിമ പൂട്ടാതെ ഇരിക്കാൻ കഴിയില്ല. അപ്പൊ ഈ ലക്ഷണങ്ങൾ, മരണം അടുത്തിരിക്കുന്നു, അയാൾ മലക്കുകളെ കണ്ടുകൊണ്ടിരിക്കുന്നു എന്ന് മരണവുമായി മല്ലടിച്ചു കൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യനെ കണ്ടാൽ നമുക്ക് തിരിച്ചറിയാം. ഇത് നമ്മളാണെങ്കിൽ നമ്മൾ മാത്രം അനുഭവിക്കുന്നുള്ളൂ, അടുത്തിരിക്കുന്ന ആളില്ല. അവിടെ നമ്മൾ എന്ത് മനസ്സിലാക്കണം? ഈ പ്രമാണങ്ങളെ വെച്ച് ഇയാൾക്ക് ചെയ്തു കൊടുക്കേണ്ട കാര്യം നമ്മൾ ചെയ്യണം. നമ്മൾ വിചാരിക്കും, ഞാനിവിടെ അടുത്ത് നിന്നിട്ട് മറ്റാൾ വരുന്നുണ്ടെന്നാ നോക്കണം. മനസ്സിലായ? ഞാൻ ഈ രോഗിയായി കിടക്കുന്ന ഇയാളെ പരിചരിക്കാനും വെള്ളം കൊടുക്കാനും അയാളുടെ കാലൊക്കെ ശരിയാക്കി ഇവിടെ ഒഴിഞ്ഞു കൊടുത്തൊക്കെ ഇരുന്നിട്ടും അങ്ങോട്ട് പുറത്തേക്ക് നോക്കുകയാണ്. മറ്റാള് മൂത്തമ്മ വരുന്നുണ്ട്, ഓനെ ഇത് തിരിഞ്ഞു നോക്കിയിട്ടില്ല ഇതുവരെ. ഓനെ നോക്കുകയാണെന്നാണ് ഇവിടെ എന്താ വിചാരിക്കുക. മറ്റേ മരുമകളുണ്ടല്ലോ, അവൾ ഇതുവരെ ഒരു പച്ചവെള്ളം കൊടുത്തിട്ടില്ല, ഇതുവരെ വീട്ടിൽ ഞാനാ പരിചരിച്ചു. എന്നിട്ടേ ആ ഡോറിക്ക് പോയി നോക്കണ അയാൾ കയറി വരുന്നുണ്ടോ? അങ്ങനത്തെ നമ്മളുടെ ചിന്തകളൊക്കെ കയറി വന്നെന്ത് ചെയ്യും? നമ്മൾ അതിന്മേ കൂടും. മരണത്തിലേക്ക് മല്ലടിക്കുന്ന മനുഷ്യന് മരുമകൾ വേണ്ട, സ്വത്ത് വേണ്ട, ബാങ്കിന്റെ പൈസ വേണ്ട, വണ്ടിന്റെ താക്കോല് വേണ്ട, ആധാരം വേണ്ട, ഒന്നും വേണ്ട. അയാൾ യാത്രയ്ക്കുള്ള ഒരുക്കത്തിലാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അയാൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാഴ്ച നമ്മൾ കാണുന്നതല്ല, അത് കറങ്ങും. നിഷേധിയായ മനുഷ്യനാണെങ്കിലും അയാളുടെ അടുത്തും ഈ മലക്കുകൾ വരുന്നുണ്ട്. പക്ഷെ അതെന്താണ്? വ്യത്യസ്തമായിട്ടുള്ള രൂപത്തിലാണ്. ദുനിയാവുമെന്തെയും മലായികത്തും സൂദുൽ വുജൂഹ്, കറുത്തിരുണ്ട മുഖങ്ങൾ, കണ്ടാൽ തന്നെ പേടിയാകുന്ന മുഖമായിട്ടാണ്. അവരുടെ കയ്യില് ദണ്ടും ഇതൊക്കെ ഉണ്ടാകുക. അവരുടെ കയ്യിലുള്ളതോ നരകത്തിന്റെ കഫം പടവിയും ദുർഗന്ധമൊക്കെ വഹിക്കുന്ന സാധനമായിട്ടാണ്. അവരും എന്ത് ചെയ്യും? മുഖത്തും മുതുകിലും പുറത്തേക്ക് അടിച്ച് നീ പുറത്തേക്ക് എടുക്കൂ എന്ന് പറഞ്ഞ് അടിച്ചിട്ടാണ് പുറത്തേക്ക് എടുക്കുന്നത്. അതിനെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്,
നനഞ്ഞ പഞ്ഞിക്കെട്ടിൽ നിന്ന് ധാരാളം കൊളുത്തുകളുള്ള ഒരു ദണ്ട് പുറത്തേക്ക് പിടിച്ചു വലിക്കുന്നത് പോലെ എന്ത് ചെയ്യും? ആ മനുഷ്യന്റെ റൂഹിനെ പിടിച്ചെടുക്കും. അപ്പൊ രണ്ടാള് രണ്ട് രൂപത്തിലും മരിക്കും. അപ്പൊ നമ്മൾ തീരുമാനിക്കണം, എന്ത്, ഞാൻ മുസ്ലിമായിട്ട് മരിക്കണോ കാഫിറായിട്ട് മരിക്കണോ? ആള് പുറത്തേക്കൊക്കെ നല്ല ഇമേജാണ്. പക്ഷേ ആന്തരികമായ കച്ചവടം, ഇടപാട്, മറ്റ് രഹസ്യ ജീവിതങ്ങൾ, അവയിലൊക്കെ മാലിന്യങ്ങൾ കലർന്ന അവസ്ഥയാണെങ്കിൽ നമ്മൾ എത്ര നല്ല കുപ്പായി ഇട്ടിട്ടും നാട്ടുകാർക്ക് എത്ര ബഹുമാനമായാലും അള്ളാന്റെ റെക്കോർഡിൽ അത് പെടും. അവിടെ ശുദ്ധീകരണം വേണം. പല ആളുകളെയും മരണത്തിന്റെ രംഗങ്ങളുടെ കേസും പ്രശ്നങ്ങളൊക്കെ പിന്നീട് അറിയുമ്പോഴാണ് അയാളുടെ വീട്ടിൽ വെച്ച് ആ സ്ത്രീ എങ്ങനെ മരിച്ചു, അയാളുടെ ആരാണ് ആ സ്ത്രീ, അപ്പോഴാണ് ലോകത്തറിയുന്നത് അയാൾക്ക് ഇങ്ങനെ ഒരു അവിഹിത ബന്ധമുണ്ടായിരുന്നു, അയാൾ അതിന്റെ ആളായിരുന്നു. മരിച്ച അയാളുടെ ബെഡ്റൂമിൽ വെച്ചിട്ടാണ്, എടുത്തു മാറ്റാൻ അയാളെ കൊണ്ട് കഴിഞ്ഞിട്ടില്ല. കുടുംബവും മറ്റില്ലാത്ത നേരത്ത് അന്യസ്ത്രീ അയാളുടെ റൂമിൽ വന്നു, അവിടെ വെച്ച് മരിച്ചു. കേസായി, പോലീസ് അറസ്റ്റ് ചെയ്തു. പിന്നീട് അന്വേഷണം വരുമ്പോഴാണ് നാട്ടുകാരറിഞ്ഞ് ഇയാളുടെ അവിഹിത ബന്ധമാണ്. അങ്ങനെയൊക്കെ ലോകത്ത് നടക്കുന്നുണ്ട്. ആ മാന്യതയുടെ എല്ലാ കുപ്പായവും റബ്ബിന്റെ മുന്നിൽ മറയില്ലാതെ നിൽക്കപ്പെടും. അതിനനുസരിച്ചാണ് നമ്മുടെ ഭാവി ജീവിതം. അതുകൊണ്ട് എന്ത് ചെയ്യണം? നമ്മൾ ജീവിതത്തിന് വേണ്ടി തയ്യാറാകണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, ഇതാ നബിയോട് പറഞ്ഞു, ഇൽനി, നബിയെ എന്നെ ഒന്ന് ഉപദേശിക്കണം. ഒരാൾ വന്നിട്ട് അവൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിനോട് പറഞ്ഞു, ഇദാ കുൻത ഫി സ്വലാത്തിക ഫസല്ലി സ്വലാത്തൽ മുബദ്ദഅ, നീ നിസ്കരിക്കാൻ നിന്നാൽ ലോകത്തോട് വിട പറയുന്ന ഒരുത്തന്റെ നിസ്കാരം നീ നിസ്കരിച്ചോ? എന്താ അതിന്റെ അർത്ഥം? നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നമുണ്ടല്ലോ, ഖുശൂ ഇല്ല. എനിക്ക് നിസ്കാരത്തിൽ പല ചിന്തയാണ്, എന്റെ കണക്കും അക്കൗണ്ടൊക്കെ ആ നേരത്തെ വരും. അതിനൊറ്റ പണി ഇതേ ഉള്ളൂ, ഈ നിസ്കാരം എന്റെ അവസാനത്തെ നിസ്കാരമാണ്, ഇനി അടുത്തൊരു നിസ്കാരം നിസ്കരിക്കാൻ എനിക്കെന്തില്ല, ദുനിയാവിൽ അവസരമുണ്ടാകില്ല എന്ന ബോധത്തിൽ നമ്മൾ നമസ്കരിക്കാൻ നിൽക്കണം. ഉറപ്പുണ്ടോ? നമ്മൾ നേരത്തെ കണ്ടില്ലേ, മിസ്രിലെ ഈജിപ്തിലെ ഒരു സലഫി പണ്ഡിതന്റെ നിസ്കാരമാണ്. സുബ്ഹിക്ക് അദ്ദേഹം ഇമാം നിന്ന് ഒന്നാമത്തെ റക്അത്തിലെ റുക്കുവിലേക്ക് പോയതോട് കൂടിയിട്ട് എന്തായി, അദ്ദേഹം അതിൽ രണ്ടാമത്തെ റക്അത്തിൽ അദ്ദേഹം ആ റുക്കുവിൽ പോകുന്നതോട് കൂടിയിട്ട് മരണപ്പെടുകയാണ്. അങ്ങനെ ഒരു നല്ലൊരു ഇബാദത്ത് ചെയ്യുന്നതിനിടയിൽ, അള്ളാഹ്ക്ക് വേണ്ടി ഇബാദത്ത് ചെയ്യുന്നതിനിടയിൽ അയാൾ മരണപ്പെടും. ഒരു ആരാധന കർമ്മം അത്രയേ ഉള്ളൂ. നമ്മൾ ഇത് ചെയ്തിട്ട് അടുത്തൊരു നിസ്കാരത്തിലേക്ക് എത്തുമോ, നമ്മൾ നിസ്കാരം കഴിഞ്ഞ് വീട്ടിലേക്ക് എത്തുമോ അറിയില്ല. അത്രയും നമ്മുടെ ജീവിതത്തിന് ഗ്യാരണ്ടി ഉള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മൾ നിസ്കരിക്കുന്ന നേരത്തെ അത് ശരിയാക്കുക. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വലാ തകല്ലം ബികലാമിൻ തഅ്തദിർ മിൻഹു ഗദൻ, വലാ തകല്ലം, നീ പറയരുത് കേട്ടോ, നീ സംസാരിക്കരുത്, നാളെ ഖേദത്തിന്റെ വാക്ക്, ഒരു കാരണം ബോധിപ്പിക്കുന്ന വാക്ക് പറയരുത്. ജനങ്ങളുടെ കയ്യിലുള്ളതിനൊക്കെ നീ അയാളുടെ കയ്യിലുള്ളത് ആഗ്രഹിക്കാതിരിക്കുക, നിന്റെ കയ്യിലുള്ളത് കൊണ്ട് നീ തൃപ്തിപ്പെടും. 3 ഉപദേശങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതിൽ 2ഉം പരലോകവുമായി ബന്ധപ്പെട്ടതാണ്. പരലോകത്ത് ചെന്ന് നാളെ ഇതിന്റെ ഖേദപ്രകടനം പ്രകടിപ്പിക്കുന്ന വാക്ക് സംസാരം നമ്മിൽ നിന്ന് വരാതിരിക്കാൻ സൂക്ഷിക്കുക. നമസ്കാരവും ആരാധനയും ഇബാദത്തും അതിലെ കൃത്യനിഷ്ഠയോടുകൂടി നിർവഹിക്കുക. മറ്റാളുടെ കയ്യിലുള്ള സാധനത്തെ നമുക്ക് കിട്ടിയില്ലല്ലോ, അയാൾ തന്നില്ലല്ലോ, അയാൾ തരുന്നില്ലല്ലോ, അതൊക്കെയാണ് നമ്മുടെ ജീവിതത്തിലെ വലിയ പ്രശ്നങ്ങൾ. അവയെ നമ്മൾ ഒഴിവാക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റൊന്ന് പറഞ്ഞു, ഖദ് അഫ്ലഹ മൻ അസ്ലമ, അല്ലാഹുവിന് പരിപൂർണമായി കീഴ്പ്പെട്ടവൻ വിജയിച്ചിരിക്കുന്നു. എന്തുകൊണ്ടൊക്കെ? നാവ്, ശരീരം, അമല്, കർമ്മം, അവ കൊണ്ട് അള്ളാഹ്ക്ക് പരിപൂർണമായി കീഴ്പ്പെടണം. കഫാഫൻ, കിട്ടിയത് കൊണ്ട് മതിയായി. വഖന്ന അല്ലാഹു ബിമാ ആത, കിട്ടിയവൻ അള്ളാഹു നൽകപ്പെട്ടതിൽ സംതൃപ്തി അടഞ്ഞവൻ, ഈ ആള് വിജയിച്ചു.
അതിന് വിപരീതം എന്താ? അള്ളാഹ്ക്ക് കീഴൊതുങ്ങാത്തവനും കിട്ടിയതിൽ സംതൃപ്തി അടയാത്തവനും വിജയം കൈവരിക്കാൻ സാധ്യമല്ല. ദുനിയാവിന്റെ ജീവിതത്തിൽ നമ്മൾ ആഗ്രഹിക്കുന്ന ആഗ്രഹങ്ങളൊക്കെ പൂർത്തിയാക്കി, നമ്മൾ ഉദ്ദേശിക്കുന്ന ബിൽഡിംഗ് നിർമ്മിച്ച്, നമ്മളെ മക്കളെയൊക്കെ കെട്ടിച്ച്, ജീവിതത്തിൽ ആഗ്രഹിക്കുന്ന എല്ലാ വാഹനങ്ങളും വാങ്ങിച്ച് അതിന്റെ പൂർത്തീകരണം ഉണ്ടായി, എന്നിട്ട് നമ്മൾ ഹജ്ജ് ഉംറയൊക്കെ ചെയ്ത്, എന്നിട്ടൊരു മുത്തക്കിയായി പള്ളിന്റെ വരാന്തയിൽ ഇരുന്ന് ആ പള്ളിയിൽ വെച്ച് മരിക്കാന്ന് വിചാരിച്ചാൽ നമ്മളെ കൊണ്ടാവൂല. അത് പൂർത്തിയാക്കിയിട്ട് നമുക്ക് ഇബാദത്തുകളും അമലുകളും ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് എന്ത് ചെയ്യണം? ജീവിതത്തിൽ അടുത്ത നിമിഷം നമ്മൾ ജീവിക്കൂല എന്ന ബോധത്തിൽ ആരാധനയിലും അനുഷ്ഠാനത്തിലും കർമ്മത്തിലും ആവണം. വാക്കുകളും പ്രവർത്തനങ്ങളും സ്വഭാവങ്ങളെയും നമ്മൾ സൂക്ഷിക്കണം. ഒപ്പം എന്ത് ചെയ്യണം? നമ്മൾ കിട്ടിയത് വെച്ച് എങ്ങനെ ജീവിക്കാം എന്ന് പഠിക്കണം. അതിന് പകരം കിട്ടുന്നതിന്റെയും ഡബിൾ കണക്കാക്കി അടുത്ത മാസം എന്ത് ചെയ്യും? 15 രൂപ ശമ്പളം കിട്ടുകയാണെങ്കിൽ ഈ മാസം 20 രൂപ എന്ത് ചെയ്യും? അത് പൈസ കൊടുത്ത് ബാക്കി 5 അടുത്തതിൽ അഡ്ജസ്റ്റ് ചെയ്യാലോ. കടം വാങ്ങിച്ച് ജീവിതം പോകുന്നവന് സമാധാനം ഉണ്ടാവില്ല. അവൻ ഇത് എത്തിക്കാനുള്ള ബന്ധപ്പാടുകളിൽ, ആരാധനകളിലും ഇബാദത്തുകളിലും അയാൾക്കൊന്നും ശ്രദ്ധിക്കാനും കഴിയില്ല. അങ്ങനെ ലോകത്തോട് വിട പറയുമ്പോഴും കടവും ബാധ്യതയും വെപ്രാളവും ദുനിയാവിന്റെ കെട്ടുപാടുകളിലും മാത്രം പിണഞ്ഞ് ലോകത്തോട് വിട പറയുന്ന ഒരു മനുഷ്യനായി മാറും. അതില്ലാതിരിക്കാൻ പ്രവാചകന്റെ ഈ അവസാനം പറഞ്ഞ ഉപദേശങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കാത്തു സൂക്ഷിക്കുക. ഇന്നത്തെ ക്ലാസിന്റെ അവസാനം നമ്മൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പൊ ഈ ക്ലാസ്സിന് കുറെ ഘട്ടങ്ങൾ ഉണ്ട്. നേരിട്ട് മയ്യത്ത് കുളിപ്പിക്കൽ എന്നാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ചെയ്യാം. ഒരു വലിയ ശുദ്ധിന്റെ കുള്ളിന്റെ കാര്യങ്ങൾ പറഞ്ഞാൽ നമുക്ക് തീരും. അപ്പോൾ ഇപ്പൊ നമ്മൾ പറഞ്ഞതുപോലെ ഒരാൾ രോഗിയാവും, എന്നിട്ട് ഒരു മരണത്തിലേക്ക് പ്രവേശിക്കും. അപ്പൊ നമ്മൾ രോഗിയാകുമ്പോൾ നമ്മളുടെ കൂടെയുള്ള കുടുംബങ്ങൾ ഉണ്ടാവും. ആ സമയത്ത് ഇസ്ലാമികപരമായി മരണം വരെ ഞാനൊരു രോഗിയാണെങ്കിൽ അവിടെ പാലിക്കേണ്ടുന്ന നിയമങ്ങളും നിർദ്ദേശവും അത് നമ്മൾ മനസ്സിലാക്കണം. മറ്റൊന്ന്, ഒരു മരണം സംഭവിച്ചു, ആ മയ്യത്തിനോട് നിർബന്ധമായി നമ്മൾ ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ എന്തൊക്കെ? ഒരു മുസ്ലിമിന്റെ വീട്ടിൽ, മരിച്ച വീട്ടിൽ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ, ഒരു മുസ്ലിം ചെയ്യേണ്ട കാര്യം എന്തൊക്കെ, ചെയ്യാൻ പാടില്ലാത്തത് എന്തൊക്കെ, അതൊക്കെ എന്ത് ചെയ്യണം? നമ്മൾ അതിന്റെ മനസ്സിലാക്കണം. പിന്നീട് മയ്യത്തിനെ കുളിപ്പിക്കണം. ആര് കുളിപ്പിക്കണം? എങ്ങനെ കുളിപ്പിക്കണം? അതിനെന്തൊക്കെ സാധനങ്ങൾ ഉപയോഗിക്കണം? അതിനുള്ള നിബന്ധനകൾ എന്താണ്? മയ്യത്ത് കുളിപ്പിച്ചാൽ പിന്നെ നമ്മൾ കഫൻ ചെയ്യണം. അത് വലിയൊരു പ്രശ്നമാണ്. എത്ര നീളം തുണി വാങ്ങണം, എത്രയാണ് അതിന്റെ അളവ്, എങ്ങനെയാണ് അത് കണക്കാക്കുന്നത്? അപ്പൊ അത് സ്ത്രീ ആണെങ്കിൽ എത്ര എണ്ണം വേണം, പുരുഷനാണെങ്കിൽ എത്ര വേണം? അപ്പൊ അത് നമുക്കൊരു ക്ലാസ്. അത് കഴിഞ്ഞാൽ മയ്യത്ത് നമസ്കാരവുമായി ബന്ധപ്പെട്ടുള്ള കുറെ വിഷയങ്ങളുണ്ട്. അത് മദ്ഹബി അഭിപ്രായങ്ങളുണ്ട്. ഇപ്പോ ഹനഫി മദ്ഹബിലെ മയ്യത്ത് നിസ്കാരമല്ല ഷാഫി മദ്ഹബിൽ. അപ്പൊ അങ്ങനത്തെ നിസ്കാരങ്ങൾ നമ്മൾ പലതും പഠിച്ചിട്ടുണ്ടാവും. അതിൽ പ്രവാചകൻ പഠിപ്പിച്ച നിസ്കാരം എന്താണ്? ആ മയ്യത്ത് നമസ്കാരം കഴിഞ്ഞാൽ അതിനുള്ള കൂലി, അതിൽ പങ്കെടുക്കേണ്ടുന്ന പ്രാധാന്യങ്ങൾ, അത് കഴിഞ്ഞാൽ മയ്യത്തിനെ മറമാടുന്നിടത്ത് ഖബർസ്ഥാനിൽ നമ്മൾ മയ്യത്ത് കൊണ്ടുപോകുമ്പോൾ ഖബറിൽ വെക്കുമ്പോൾ ഉള്ള ഇസ്ലാമിക മര്യാദകൾ, ആ ഖബർ അടക്കി കഴിഞ്ഞാലുള്ള മര്യാദകൾ, ഒരു ഭർത്താവാണ് മരിച്ചെങ്കിൽ ഭാര്യ ആചരിക്കുന്ന ഇദ്ദ, അതുപോലെ തന്നെ കുടുംബങ്ങൾ ആചരിക്കേണ്ടുന്ന ദുഃഖാചരണത്തിൽ പാലിക്കേണ്ടുന്ന മര്യാദകൾ, അവിടെയാണ് ഇത് അവസാനിക്കുക. ഇൻഷാ അല്ലാഹ് കുറെ ദീർഘമായ കുറെ വിഷയങ്ങളുണ്ട്. ചിലത് ഇതിന്റെ ഇടയിൽ, മരണത്തിന്റെ ഇടയിലൊക്കെ ഉള്ള ചില കാര്യങ്ങളുടെ ചിലത് കംപ്രസ് ചെയ്ത് ചുരുക്കി നമുക്ക് പറഞ്ഞു പോകാം. ഇൻഷാ അല്ലാഹ് ദീർഘമായ ഇത് നമ്മളെ ഷെയ്ഖ് നാസറുദ്ദീൻ അൽബാനിയുടെ അഹ്കാമുൽ ജനായിസ്, അദ്ദേഹത്തിന്റെ തന്നെ ഇർവാഉൽ ഖലീൽ, അതുപോലെ തന്നെ അലി ഖഹ്താനിയുടെ അഹ്കാമുൽ ജനായിസ്, പിന്നെ ശറഹ് അബൂദാവൂദിന്റെ ഔനുൽ മഅബൂദ്, ഷെയ്ഖ് സാലിഹ് ഉസൈമിയുടെയും അതുപോലെ തന്നെ ഷെയ്ഖ് ഇബ്നു അബ്ബാസിന്റെയും സിയാറത്തുൽ ഖുബൂർ ബൈനൽ മശ്റൂ വൽ മംനൂ, അതുപോലെ തന്നെ അലി ഹസൻ അലി അബ്ദുൽ ഹമീദിയുടെ മൗത്ത് വ മൗഇലാത്ത് വ അഹ്കാം, അതുപോലെ തന്നെ നാസറുദ്ദീൻ അൽബാനി ഷെയ്ഖിന്റെ അദ്ദേഹത്തിന്റെ ശിഷ്യനായിട്ടുള്ള സലീം ഹിലാലിയുടെ ഹദീ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ ജനായിസ്, അതുപോലെ ഒരു കൂട്ടം പണ്ഡിതന്മാരുടെ ജനാസയുമായി ബന്ധപ്പെട്ട 500 ചോദ്യങ്ങളും അതിന്റെ ഫത്വകളും, പിന്നെ 70 ചോദ്യങ്ങളും ജനാസയുമായി ബന്ധപ്പെട്ട അതിന്റെ അഹ്കാമുകൾ, ഷെയ്ഖ് ഇബ്നു ബാസിന്റെ അഹ്കാമുൽ ജനായിസ്, അതുപോലെ തന്നെ അബ്ദുല്ലാഹി ഇബ്നു ഇബ്രാഹിം അൽ ഖർളാവിയുടെ അഹ്കാമുൽ ജനായിസ്, ഷൗക്കാനിയുടെ നൈലുൽ ഔത്താർ, തുഹ്ഫത്തുൽ അഹ്വദി, അതുപോലെ ഇബ്നു ഹജർ അൽ ഹൈതമിയുടെ സവാജിർ, അദ്ദേഹത്തിന്റെ തന്നെ ഫത്താവുൽ കുബ്ര,
അതുപോലെ സുബ്ലുസ്സലാം, സാദുൽ മആദ്, ബിദായത്തുൽ മുജ്തഹിദ്, ഫിഖ് സുന്ന, അതുപോലെ തന്നെ മൗസൂഅത്തുൽ ഫിഖ്ഹുൽ മുയസ്സിറ, മജ്മൂ ശറഹുൽ മുഹദ്ദബ്, ഫത്ഹുൽ ബാരി, ശറഹ് മുസ്ലിം, ഇത്തരത്തിലുള്ള ദീർഘമായ ഗ്രന്ഥങ്ങളെ അവലംബമാക്കിയിട്ടാണ് നമ്മുടെ ഈ ക്ലാസ് മുന്നോട്ട് പോകുന്നത്. ഇതിൽ പറയുന്ന കാര്യങ്ങളൊന്നും എന്റെ അഭിപ്രായമായ എന്റെ വാക്കുകൾ ഞാൻ എടുത്തുദ്ധരിക്കൂല. ഇതിലെ ഓരോ കാര്യങ്ങളും ചെയ്യുന്നതിന് പ്രാമാണികമായ സഹിഹായ ഹദീസുകൾ, ആയത്തുകൾ, പ്രമാണങ്ങൾ അവ മാത്രമായിരിക്കും ഉദ്ധരിക്കുക. ചില കാര്യങ്ങൾ മദ്ഹബിയായ അഭിപ്രായ വ്യത്യാസങ്ങൾക്ക് സ്വാതന്ത്ര്യമുള്ള വിഷയം ഉണ്ടാവും. അത് നമ്മൾ അങ്ങനെ തന്നെ പറയും. ഈ മദ്ഹബിന് ഇന്ന അഭിപ്രായമാണ്, മറ്റേ മദ്ഹബിന് അഭിപ്രായമുണ്ട്, അവന്റെ പ്രമാണം ഇന്നതാണ്, അതിൽ രണ്ട് നിലപാടുകളുണ്ട്. അതൊക്കെ നമ്മൾ ചർച്ച ചെയ്താണ് മുന്നോട്ട് പോവുക. ഈ ക്ലാസിന്റെ തുടർച്ചയിലും ഈ ഇരിക്കുന്ന നിങ്ങളും നിങ്ങളെ കൂടാതെയുള്ള ആളുകളും ഉണ്ടായിരിക്കണം. നമ്മൾ ഇന്ന് സംവിധാനങ്ങളൊക്കെ ഒരുങ്ങാൻ അല്പം സമയം എടുത്തു. ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ് അസ്ർ നിസ്കാരം കഴിഞ്ഞാൽ 4:00 തന്നെ നമുക്ക് തുടങ്ങേണ്ടതുണ്ട്. ഈ റെക്കോർഡിംഗ് ഉണ്ടല്ലോ, അത് വരുമല്ലോ എന്ന് നിങ്ങൾ വിചാരിക്കേണ്ട. അതിന്റെ പരിമിതികൾ ഉണ്ടാവും. ചിലപ്പോൾ അതിൽ പൂർണ്ണതകൾ കിട്ടിയിട്ടുണ്ടാവില്ല. ഒരു ക്ലാസ് നേർക്ക് നേരെ ശ്രവിക്കുന്ന സൗകര്യം അതിന് കിട്ടില്ല. ഇതിന്റെ അവസാനത്തിൽ നിങ്ങൾക്ക് ചോദിക്കാനുള്ള അവസരങ്ങളുണ്ട്. നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പൊ ചോദ്യം ഉണ്ടായിക്കൊള്ളണമെന്നില്ല. നിങ്ങൾക്ക് ഇതുമായി മുമ്പുണ്ടായിരിക്കുന്ന സംശയങ്ങൾ ഉണ്ടാവും. അത് നിങ്ങൾക്ക് എഴുതി ചോദിക്കാം, നേരിട്ട് ചോദിക്കാം ഉള്ള അവസരവും സന്ദർഭങ്ങളും ഉണ്ട്. ഇന്ന് നടന്ന ക്ലാസ്സുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും വിഷയത്തിൽ നിങ്ങൾക്ക് ചോദിക്കാനോ സംശയങ്ങൾ തീർക്കാനോ ഉണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഇപ്പോൾ ചെയ്യാം. ഇനി കുറെ കഴിഞ്ഞിട്ട് വീട്ടിൽ പോയിട്ട് ആലോചിച്ച് പോകണം, അതങ്ങനെ പറഞ്ഞല്ലോ, ഇതിപ്പോ എങ്ങനെ ശരിയാവുക എന്ന് നിങ്ങൾക്ക് തോന്നിയാൽ അടുത്ത ക്ലാസ്സിന് അത് കുറിച്ച് വെച്ച് നിങ്ങൾ ചോദിക്കണം. ഇൻഷാ അല്ലാഹ് അപ്പോൾ പറഞ്ഞു തരാൻ പറ്റുന്ന ഒരു കാര്യമാണെങ്കിൽ, പ്രാമാണികമായി പറയാൻ പറ്റുകയാണെങ്കിൽ പറഞ്ഞു തരാം. അല്ല എങ്കിൽ ഇൻഷാ അല്ലാഹ് തുടർന്നുള്ള ക്ലാസ്സിൽ അത് പ്രാമാണികമായി പറഞ്ഞു തരാം ഇൻഷാ അല്ലാഹ്. ഇന്ന് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം.